ദശകം 76 ഉദ്ധവദൂത്യം. ഗത്വാ സാന്ദീപനിമതചതുഷ്ഷഷ്ടിമാത്രൈരഹോബി സർവജ്ഞസ്ത്വം സഹ മുസലിനാ സർവവിദ്യാ ഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാ നാദയൻ പാഞ്ചജന്യം. ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈഃ അഹോഭിഃ സർവജ്ഞഃ ത്വം സഹ മുസലിനാ സർവവിദ്യാ ഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദ് ആഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരം അഗാ നാദയൻ പാഞ്ചജന്യം. ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈരഹോഭിഃ സർവജ്ഞഃ ത്വം സഹ മുസലിനാ സർവവിദ്യാ ഗൃഹീത്വാ. കംസവധത്തിന് ശേഷം ഉഗ്രസേനനെ മഹാരാജാവായി വാഴിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമദേവനും കൂടി സാന്ദീപനി എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ പോയി വിദ്യാഭ്യാസം ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ സർവജ്ഞഃ ത്വം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാം അറിയുന്നയാളാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയം നമുക്കെല്ലാം തോന്നിയേക്കാം. പക്ഷേ മനുഷ്യനായി അവതാരം ചെയ്തിരിക്കുന്ന ഒരാൾ വിദ്യാഭ്യാസം ചെയ്യണം എന്ന് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഭഗവാൻ അവിടെ ചെയ്യുന്നത്. ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ബലഭദ്രരോട് കൂടിയാണ് ഭഗവാൻ അവിടെ ചെന്ന് ചതുഷ്ഷഷ്ടിമാത്രൈഃ അഹോഭിഃ 64 കലകൾ അത്രയും തന്നെ അഹോഭിഃ ദിവസങ്ങളെ കൊണ്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സർവവിദ്യാഗൃഹീത്വാ എല്ലാ വിദ്യകളെയും അവിടെ നിന്ന് ഭഗവാൻ അഭ്യസിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പുത്രം നഷ്ടം യമനിലയനാത് ആഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ. അപ്പോഴാണ് സാന്ദീപനി മഹർഷിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ഗുരുദക്ഷിണ സമർപ്പിക്കേണ്ട സമയമായത്. സാധാരണഗതിയിൽ എന്തെങ്കിലും ദ്രവ്യം സമർപ്പിച്ചിട്ടാണ് ഗുരുദക്ഷിണ സങ്കല്പത്തിൽ ഗുരുവിന് കൊടുക്കുക. ഇവിടെ അപ്രകാരം ഒരു സമയമെടുത്തപ്പോൾ സാന്ദീപനി മഹർഷിയുടെ പത്നി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്തെങ്കിലും സാധാരണ ദക്ഷിണയൊക്കെ സ്വീകരിച്ചിട്ടാണ് ഇവരെ വിടുന്നതെങ്കിൽ അത് പോരാ. കാരണം ഈ പഠിക്കാൻ വന്നിരിക്കുന്നവർ അമാനുഷിക ശക്തികളുള്ളവരാണ്. അപ്പോൾ അവരോട് പറഞ്ഞാൽ നമ്മളുടെ ഈ പുത്രദുഃഖത്തിന് ഒരു ശമനം കിട്ടിയേക്കാം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പുത്രനെ തിരികെ കൊണ്ടുവന്ന് തരണം എന്ന് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. മഹർഷി അപ്രകാരം ഭഗവാനോട് ആവശ്യപ്പെടുകയും ഭഗവാൻ പ്രഭാസ തീരത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗുരുപുത്രൻ മരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് സമുദ്രദേവതയോടുകൂടി അല്ലെങ്കിൽ വരുണ ഭഗവാനോട് ഭഗവാൻ ചോദിച്ചു കുട്ടി എവിടെയാണെന്ന്. അപ്പോൾ വരുണ ഭഗവാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ അടിത്തട്ടിൽ പഞ്ചജനൻ എന്നു പേരായ ഒരു രാക്ഷസൻ പാർക്കുന്നുണ്ട്. ശംഖിൻ്റെ ആകൃതിയാണ് അയാൾക്കുള്ളത്, ഒരുപക്ഷെ അവൻ പിടിച്ചുകൊണ്ട് പോയതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഈ ശംഖാസുരൻ അല്ലെങ്കിൽ ഈ പഞ്ചജനൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ പഞ്ചജനന് ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പഞ്ചജനെ വധിച്ച് പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് കൈക്കലാക്കി. എന്നിട്ട് യമലോകത്ത് ചെന്നു. പിന്നെ യമൻ്റെ സംയമനിയിൽ ചെന്നിട്ട് ഗുരുപുത്രനെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ യമൻ ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുൻപിൽ നിർത്തി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഗുരുപുത്രനെ കൊണ്ടുവന്ന് സാന്ദീപനി മഹർഷിക്ക് നൽകി ഗുരുദക്ഷിണ വീടുന്നു. എന്നിട്ട് നിജപുരം അഗാഹ നാദയൻ പാഞ്ചജന്യം. ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്രനും കൂടി തിരികെ മധുരാപുരിയിലേക്ക് പാഞ്ചജന്യവും മുഴക്കിക്കൊണ്ട് എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആ ഗുരുവിൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടത്.
ഗുരുകുലവാസത്തിനിടയിലെ ഭഗവാന്റേതായ അത്ഭുതകരമായ ലീലകളെയൊക്കെ മനസ്സിലാക്കിയ ആളായിരുന്നു സാന്ദീപനി മഹർഷി. അതും കുചേലഗതി എന്നുള്ള കഥാഗോളം വരുമ്പോൾ അവിടെ പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് സുദാമാവും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി ഗുരുപത്നിക്കായിട്ട് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയ കഥയും, ഘോരമായ ഇടിയും മിന്നലും മഴയും ഒക്കെ ഉണ്ടായപ്പോൾ ഭയന്ന ആ കുട്ടികൾ കാട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുകയും പ്രഭാതമായപ്പോൾ ഈ കുട്ടികളെ കാണാഞ്ഞ വ്യഥയോടുകൂടി അവരെ തേടിയെത്തിയ ഗുരുവിനെയും ഒക്കെ കുറിച്ച് അവിടെ ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. 10ാമത്തെ സ്കന്ധത്തിലെ 81-ാം അധ്യായത്തിൽ ഈ സാന്ദീപനി മഹർഷി ഈ കുട്ടികളെ കാണാനായിട്ട് വരുന്ന രംഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ കുട്ടികളെ ഗുരു അനുഗ്രഹിക്കുന്ന ഒരു വാക്കും കൂടി ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് നേടിയ വിദ്യകളെല്ലാം നിങ്ങൾക്കെന്നും ശോഭനമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ എന്നെപ്പോലെ ഒരു അനുഗ്രഹീതനായ ഗുരു വേറെ ഉണ്ടാവില്ല, അത്രയ്ക്ക് ശ്രേഷ്ഠരായ ശിഷ്യരെയല്ലേ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ഗുരു സ്വയം സമാധാനിക്കുന്നുമുണ്ട്. അപ്രകാരമെല്ലാം ഭഗവാനോടുകൂടി ഇടപഴകാൻ കിട്ടിയ ആ അവസരത്തിന് സാന്ദീപനി മഹർഷി വളരെയധികം കൃതാർത്ഥതയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെ. നമുക്കും ആ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിക്കുവാനും അപ്രകാരം ഭഗവാൻ വളരെ ചെറിയ കാലയളവിൽ നേടിയെടുത്ത ആ വിദ്യകളൊക്കെ നമുക്കും ലഭിക്കുവാനും ഒക്കെ ആയിക്കൊണ്ട് വിദ്യാഗോപാല മന്ത്രാർച്ചനയൊക്കെ ചെയ്ത് നമ്മൾ ഭഗവാനെ ഉപാസിക്കാറുമുണ്ട്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ചമേ എന്ന് പറഞ്ഞിട്ട് വിദ്യാഗോപാല മന്ത്രം ഉപയോഗിച്ച് അർച്ചനയൊക്കെ നമ്മൾ നടത്താറുമുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യയെല്ലാം വളരെ എളുപ്പത്തിലും അനായാസമായും സുലഭമായും ഒക്കെ കിട്ടുന്നതിനായി ഈ മന്ത്രം വളരെയധികം സപ്താഹവേദികളിലൊക്കെ ഉപയോഗിക്കാറുമുണ്ട്. നമുക്കും അപ്രകാരം ആ മന്ത്രം ഉപയോഗിച്ചിട്ട് എല്ലാ ശ്രേയസ്സിനായിക്കൊണ്ടും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. ഗത്വാ സാന്ദീപനിമതചതുഷ്ഷഷ്ടിമാത്രൈരഹോഭി സർവജ്ഞസ്ത്വം സഹമുസലിനാ സർവവിദ്യാ ഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാഃ നാദയൻ പാഞ്ചജന്യം സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശഃ പ്രേമഭാരപ്രണുന്നാഃ കാരുണ്യേന ത്വമഭിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവര്യായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം ദർശയിഷ്യൻ. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശഃ പ്രേമഭാരപ്രണുന്നാഃ കാരുണ്യേന ത്വം അഭി വിവശഃ പ്രാഹിണോഃ ഉദ്ധവം തം കിം ച അമുഷ്മൈ പരമസുഹൃദേ ഭക്തവര്യായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം ദർശയിഷ്യൻ. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശഃ പ്രേമഭാരപ്രണുന്നാഃ. ഭഗവാൻ സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശഃ പ്രേമഭാരപ്രണുന്നാഃ, പ്രേമത്തിൻ്റെ ഭാരത്താൽ അല്ലെങ്കിൽ പ്രേമാധിക്യത്താൽ വിവശകളായിരുന്ന ആ പശുപസുദൃശഃ ഗോപസുന്ദരിമാരെ ഒക്കെ സ്മൃത്വാ സ്മൃത്വാ വീണ്ടും വീണ്ടും ഓർത്ത് കാരുണ്യേന ത്വമപി വിവശഃ അങ്ങ് കരുണയാൽ വളരെ പരവശനായി തീർന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രാഹിണോഹ ഉദ്ധവം, ആ ഗോപശ്രീകളുടെ അടുത്തേക്ക് ഉദ്ധവനെ വിടാൻ ഭഗവാൻ തീരുമാനിച്ചു. തന്നെയുമല്ല കിഞ്ച അമുഷ്മൈഹി, അത് തന്നെയുമല്ല അമുഷ്മൈഹി, ഈ ഉദ്ധവന് എങ്ങനെയുള്ള ഉദ്ധവനാണ്? പരമസുഹൃദേ, ഭഗവാന്റെ ഉറ്റ സുഹൃത്തും ഭക്തവര്യായ ഏറ്റവും ഉത്തമനായ ഭക്തനുമായ ഈ ഉദ്ധവർ അദ്ദേഹത്തിന് താസാം ഭക്ത്യുദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ. താസാം ഭക്ത്യുദ്രേകം, ആ
ഗോപസുന്ദരിമാരുടെ ഭക്തിയുടെ ഔന്നത്യത്തെ സകല ഭുവനേ ദുർലഭം, ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ദർശയിഷ്യൻ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ അവരുടെ അടുത്തേക്ക് ഈ ഉദ്ധവരെ വിടുന്നത്. ഭഗവാൻ ആ പശുപസുന്ദരിമാർ അല്ലെങ്കിൽ ഗോപസുന്ദരിമാരുടെ പ്രേമാധിക്യത്താൽ വിവശകളായി തീർന്നിരിക്കുന്ന അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും, ഭഗവാൻ അവരെക്കുറിച്ച് സ്മൃത്വ ഓർത്തോർത്ത് വളരെയധികം കാരുണ്യ പാരവശ്യം ഉള്ളവനുമായി തീർന്നു. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് തൻ്റെ ഉറ്റ സുഹൃത്തും ഏറ്റവും ഉത്തമനായ ഭക്തനും ആയ ഈ ഉദ്ധവരെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. അക്കൂട്ടത്തിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഭഗവാൻ ഉണ്ടായിരുന്നത്, ഈ ഉദ്ധവർക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വിചാരം എന്താണെന്നാൽ, ഞാനാണ് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവൻ, തന്നെയുമല്ല എനിക്കേ ഭഗവാനിൽ ഉത്തമമായ ഭക്തിയുള്ളൂ എന്നെല്ലാം ഉള്ള ഒരു അഹങ്കാരമുണ്ടായിരുന്നു. നമുക്കറിയാം, ഏതൊരു ഭക്തനെയും ഭഗവാൻ അവരുടെ അഹങ്കാരത്തോടു കൂടി സ്വീകരിക്കാറില്ല. അവരുടെ അഹങ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ആ അഹങ്കാരത്തിൻ്റെ കണികയെ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടേ ഭഗവാൻ തൻ്റെ ഭക്തനെ തന്നിലേക്ക് സ്വീകരിക്കാറുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വാങ്ങുന്ന അരിയിൽ പലപ്പോഴും കല്ലും നെല്ലും കറുത്ത അരിയും ഒക്കെ ഉണ്ടാവും. അതെല്ലാം തിരിഞ്ഞു കളഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഭക്ഷണം പാകം ചെയ്യാറ്. എന്ന് പറഞ്ഞതുപോലെ തന്നിലേക്ക് ഒരു ഭക്തനെ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് അവരെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ക്രിയ കൂടി ഭഗവാൻ ചെയ്യാറുണ്ട്. അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാണ്. കാരണം നമുക്കെല്ലാം ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ തരണം ചെയ്യേണ്ടതായ വളരെ ദുർഘടമായ അവസ്ഥകളൊക്കെ തരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കും അത് ബോധ്യപ്പെടും, ഇതെല്ലാം ഭഗവാൻ നമുക്ക് നൽകിയ അവസരങ്ങളായിരുന്നു. കാരണം അപ്രകാരമുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സ് ഭഗവാനിൽ കൂടുതൽ നിർലീനമാകുന്നത്. ഭാഗവതത്തിൽ കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്നതും അങ്ങനെയാണ്. വിപദസന്തുന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. വിപദ സന്തുന ശശ്വത്, നിരന്തരം വിപത്തുകൾ ഉണ്ടായിക്കോട്ടെ ഭഗവാനെ. തത്ര തത്ര ജഗദ്ഗുരോ ഭവതഃ ദർശനം യത് സ്യാത്, ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകുമ്പോഴല്ലേ ഞങ്ങൾ അങ്ങയെ സ്മരിക്കാറുള്ളൂ, അപ്പോഴല്ലേ അങ്ങയുടെ ദർശനവും ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതും അപുനർഭവ ദർശനം, ഭക്തന് വീണ്ടും ഒരു പുനർജന്മത്തെ പ്രദാനം ചെയ്യാത്ത ഭഗവത് ദർശനം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഇല്ല എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അപ്രകാരം ഒരു യോഗ്യത സിദ്ധിച്ചവർക്കേ ഭഗവാൻ ദർശനം കൊടുക്കാറുള്ളൂ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഉദ്ധവരിൽ നിന്ന് അപ്രകാരമുള്ള ഒരു അഹങ്കാരത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടാതെ തന്നിൽ ഹൃദയം അർപ്പിച്ച അല്ലെങ്കിൽ തങ്ങളുടെ സർവസ്വവും അർപ്പിച്ച ആ ഗോപസുന്ദരിമാരെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിനും അവർക്ക് തന്നിലുള്ള ഭക്തിയെ ദൃഢീകരിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ഭഗവാൻ ഉദ്ധവരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്നാൽ 11ാമത്തെ വയസ്സിലാണ് ഭഗവാൻ വൃന്ദാവനത്തിലെ ഗോപസുന്ദരിമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മധുരയിലേക്ക് പോരുന്നത്. വീണ്ടും അവർ തമ്മിൽ ഒരു പുനഃസമാഗമം ഉണ്ടാകുന്നത് ഭഗവാന്റെ 125ാമത്തെ വയസ്സിൽ സമന്ത പഞ്ചകം എന്ന് പറയുന്ന തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ്. അപ്പോൾ 11 വയസ്സിന് ശേഷം ഈ 125ാമത്തെ വയസ്സ് വരെ ഇവരെല്ലാവരും ഭഗവാന്റെ ദർശനത്തിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരതിനുവേണ്ടി വ്രതമെടുത്ത് തയ്യാറായിരിക്കുകയാണ്. അത്രയും കാലത്തെ അവരുടെ ദൃഢമായ ഭഗവത് ഭക്തിയെ കൂടി നമ്മളിവിടെ സ്മരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ എല്ലാ
ജീവജാലങ്ങളെയും ഒരേപോലെ അനുഗ്രഹിക്കുന്ന കരുണാമൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഒരു വശത്ത് ഗോപസുന്ദരിമാരെ അവരുടെ ദുഃഖത്തിൽ ഒരു സമാശ്വാസമായിക്കോട്ടെ എന്ന് കരുതുമ്പോൾ, തൻ്റെ ഉത്തമ ഭക്തനും ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവനുമായ ഈ ഉദ്ധവരുടെ അഹങ്കാരത്തെ നീക്കം ചെയ്യുക എന്നുള്ള ലക്ഷ്യവും കൂടി ഇവിടെ മാറ്റിയെടുക്കാനായിട്ട് ഭഗവാൻ ഈ ഒരൊറ്റ കൃത്യത്തിലൂടെ ഉദ്യമിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഉദ്ധവർ ഏറ്റവും ഉന്നതനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ ആണ് എന്ന് പറയാൻ കാരണം, അദ്ദേഹം ബൃഹസ്പതിയിൽ നിന്നാണ് ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് വന്നത്. ദേവഗുരുവായ ബൃഹസ്പതി. നമ്മളുടെ ഇടയിൽ നിന്നെല്ലാം ആളുകൾ വിദേശങ്ങളിലൊക്കെ പോയി ധാരാളം ബിരുദങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് പേരിൻ്റെ പിന്നാലെ ആ ബിരുദങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതി വെച്ചിട്ട് ബോർഡ് വെച്ച് പ്രദർശിപ്പിക്കാറുണ്ട്. അക്കാലത്ത് ഈ ഉദ്ധവർക്ക് കിട്ടിയിരുന്ന ഈ ഒരു ബിരുദാനന്തര ബിരുദം ഏറ്റവും ദുർലഭമായ ഒന്നായിരുന്നു. അപ്പോൾ അത്രയേറെ വിദ്യാഭ്യാസമുള്ള ഒരാൾ തൻ്റെ ഭക്തനായിട്ട് തന്നെ സേവിക്കുമ്പോൾ അയാളുടെ മനസ്സിലെ അഹങ്കാരത്തെ നീക്കം ചെയ്യേണ്ടത് ഭഗവാന്റെ ധർമ്മമായിട്ട് ഭഗവാൻ കരുതുന്നു. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാരപ്രണുന്ന കാരുണ്യേന ത്വമഭിവിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവര്യായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം ദർശയിഷ്യൻ ത്വന്മാഹാത്മ്യപ്രതിമപിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസരമയാമാസനന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യാ ശ്രുത്വാ പ്രാപ്തം ഭവതനുചരം ത്യക്തകാര്യാ സമീയു ത്വന്മാഹാത്മ്യപ്രതിമപിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിः ബഹു സഹ രമയാമാസ നന്ദം യശോദാം പ്രാതഃ ദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാഃ പങ്കജാക്ഷ്യഃ ശ്രുത്വാ പ്രാപ്തം ഭവത് അനുചരം ത്യക്തകാര്യാഃ സമീയുഃ ത്വന്മാഹാത്മ്യപ്രതിമപിശുനം. ഭഗവാന്റെ ലീലകൾ ഒക്കെ നടന്ന ആ വൃന്ദാവനത്തിൽ, ആ ഭഗവാന്റെ ലീലകളുടെയൊക്കെ മഹാത്മ്യ അതിശയത്തെ സൂചിപ്പിക്കുന്നതായ ആ വൃന്ദാവനത്തിൽ പ്രാപ്യ സായം ഗോകുലം, വൈകുന്നേരമായപ്പോൾ ആ ഗോകുലത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു ഉദ്ധവർ. എന്നിട്ട് ത്വത് വാർത്താഭിഹി ബഹുസ രമയാമാസ നന്ദം യശോദാം. ഭഗവാന്റേതായ വാർത്തകളെ കൊണ്ട് ഈ ഉദ്ധവർ നന്ദഗോപരെയും യശോദാദേവിയും ഒക്കെ വളരെയധികം സന്തോഷിപ്പിച്ചു. പ്രാതഃ ദൃഷ്ട്വാ മണിമയരഥം. പ്രഭാതമായപ്പോൾ വൃന്ദാവനത്തിൽ ഒരു രത്നഖചിതമായ രഥം വന്നു നിന്നത് കണ്ടപ്പോൾ ഗോപസ്ത്രീകളെല്ലാം ശ്രദ്ധിച്ചു. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥമായിരിക്കും എന്നാണ് അവർ സങ്കല്പിച്ചത്. എന്നിട്ട് പ്രാപ്തം ഭവതനുചരം, ഭഗവാന്റെ അനുചരനായ ഉദ്ധവരാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ത്യക്തകാര്യാഹ, അവരുടെ ഗൃഹജോലികളൊക്കെ ചെയ്തതിന് ശേഷം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സമീയുഹു, എല്ലാവരും എത്തിച്ചേർന്നു. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്ന വഴിക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരാം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ ഉദ്ധവർ വൃന്ദാവനത്തിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ രഥമാണ് ആദ്യം ഗോപസ്ത്രീകൾ കണ്ടത്. ആ രഥം കണ്ടപ്പോൾ അവരെല്ലാം തെറ്റിദ്ധരിച്ചു വന്നിരിക്കുന്നത് ഭഗവാനായിരിക്കും എന്ന് കരുതിയിട്ട് അവർ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഭഗവാനെ കാണുവാനായിട്ട് വന്നു ചേർന്നപ്പോഴാണ് മനസ്സിലായത് പ്രാപ്തം ഭവതനുചരം, എത്തിച്ചേർന്നിരിക്കുന്നത് ഭഗവാന്റെ അനുചരനായിരിക്കുന്ന ഉദ്ധവരാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ ബാലലീലകളുടെയൊക്കെ വിഹാരകേന്ദ്രമായിരുന്ന അമ്പാടിയിലേക്ക് എത്തിച്ചേർന്ന ഉദ്ധവർക്ക് അവിടെ എന്തെന്നില്ലാത്ത ഒരു
സവിശേഷമായ അനുഭൂതിയോടുകൂടിയാണ് ഉദ്ധവർ അവിടെ എത്തിച്ചേർന്നത്. അവിടെ എത്തിയിട്ട് തൻ്റെ ദൗത്യം ഈ ഉദ്ധവർ നിർവഹിക്കുകയാണ്. ആദ്യം യശോദ നന്ദഗോപരെയൊക്കെ ചെന്ന് കണ്ടു. അവരെയൊക്കെ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവിടെ തങ്ങി പ്രഭാതമായപ്പോഴാണ് ഗോപസ്ത്രീകളെല്ലാം ഈ രഥം കാണുന്നതും ഉദ്ധവരുടെ ആഗമനത്തെക്കുറിച്ച് അറിയുന്നതും അവരെല്ലാം ഭഗവാന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഓടി വരുന്നതും എല്ലാം. ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഞാൻ തിരികെ വരാം എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഗോപസ്ത്രീകളെല്ലാവരും ഓടിക്കൂടുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് മുൻപുണ്ടായിരുന്ന അത്ര ആവേശം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു രംഗം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ത്വന്മാഹാത്മ്യ പ്രതിമപിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസരമയാമാസനന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യാ ശ്രുത്വാ പ്രാപ്തം ഭവതനുചരം ത്യക്തകാര്യാ സമീയോ ദൃഷ്ട്വാ ചൈനം ത്വദുപമലസത് വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാനുച്ചകൈസ്താനിതാനി രുദ്ധാലാപഃ കഥമപി പുനർഗദ്ഗദാം വാചമൂചു സൗജന്യാദി നിജപരഭിദാമപ്യലം വിസ്മരന്ത്യഃ ദൃഷ്ട്വാ ച ഏനം ത്വത് ഉപമലസത് വേഷഭൂഷ അഭിരാമം സ്മൃത്വാ തവ വിലസിതാനി ഉച്ചകൈഃ താനി താനി രുദ്ധാലാപാഃ കഥം അപി പുനഃ ഗദ്ഗദാം വാചം ഊജുഃ സൗജന്യാദീൻ നിജപരഭിദാം അപി അലം വിസ്മരന്ത്യഃ ദൃഷ്ട്വാ ച ഏനം. ഈ വന്നയാളെ ഉദ്ധവരെ കണ്ടു ഗോപസ്ത്രീകൾ. എങ്ങനെയാ കാണാൻ? ത്വത് ഉപമലസത് വേഷഭൂഷാഭിരാമം. കണ്ടപ്പോൾ ഭഗവാനെ പോലെ തന്നെയാണ് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മൃത്വാ തവ വിലസിതാനി ഉച്ചകൈഃ താനി താനി. ഭഗവാൻ ഏതേത് ലീലകളെയാണോ അവരോടൊപ്പം അനുഷ്ഠിച്ചത് അല്ലെങ്കിൽ അനുവർത്തിച്ചത് അതെല്ലാം അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ്. എന്നിട്ട് രുദ്ധാലാപാഹ അവരുടെ കണ്ഠം ഇടറുകയാണ്. കഥമപി ഏതോ പ്രകാരത്തിൽ ഗദ്ഗദാം വാചം ഊജുഹു എങ്ങനെയൊക്കെ അവർക്ക് അക്ഷരങ്ങൾ പുറത്തേക്ക് വന്നു തൊണ്ടയിൽ നിന്ന്. ഗദ്ഗദത്തോടുകൂടി അവർ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുമ്പോഴോ സൗജന്യാദീൻ നിജ പരപിതാം അപി അലം വിസ്മരന്ത്യഃ. സ്വജനങ്ങളോട് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ നിജ പരപിതാം തൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ എന്നുള്ള ബോധം അങ്ങനെയുള്ള വിനയം ഒക്കെ അപി അലം വിസ്മരന്ത്യഃ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ടാണ് അവർ ഇപ്രകാരം തൊണ്ടയിടറിക്കൊണ്ട് ഉള്ള വാക്കുകളെ പറഞ്ഞത് എന്ന്. ഗോപാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അന്യനായ ഒരു വ്യക്തിയാണ് ഉദ്ധവർ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പുരുഷൻ്റെ അടുത്ത് സ്ത്രീകൾക്ക് എങ്ങനെ ആശയവിനിമയം നടത്താൻ ഒരു വിഷമതയുണ്ടാകുമോ ആ വിഷമതകളെയൊക്കെ മറന്നുകൊണ്ട് അവർ കണ്ഠം ഇടറിക്കൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഇവിടെ ഈ ഉദ്ധവരുടെ വേഷഭൂഷാദികൾ കണ്ടപ്പോൾ ത്വദുപമലസത് ഭഗവാനെ പോലെ തന്നെ ഭഗവാനോട് ഉപമിച്ചിരിക്കുകയാണ് ഉദ്ധവരുടെ വേഷഭൂഷകളെയൊക്കെ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ ഉദ്ധവർ ഇന്ന് ഭഗവാൻ ധരിച്ച വസ്ത്രഭൂഷണങ്ങളൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അടുത്ത ദിവസം ഉദ്ധവരത് ധരിക്കും. അത്രയേറെ ഭഗവാനോട് തന്മയീഭാവം ഉള്ളയാളാണ് ഈ ഉദ്ധവർ. എപ്പോൾ കണ്ടാലും ഭഗവാന്റെ അതേ വേഷഭൂഷാദികൾ തന്നെയാണ് ഉദ്ധവരെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്രകാരം ഒരു
രീതിയിൽ ഉദ്ധവരെ കണ്ടപ്പോൾ അത് ഭഗവാൻ തന്നെ ആകും എന്നുള്ള ഒരു സങ്കല്പവും കൂടി ഈ ഗോപസ്ത്രീകളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുകയാണ്. എന്തായാലും ഭഗവാന്റെ അടുത്തു നിന്ന് വന്നയാളല്ലേ എന്നുള്ള സങ്കല്പത്തിൽ നമ്മുടെ സ്വജനങ്ങളോടും മറ്റുള്ളവരോടും ഒക്കെ ഇടപഴകുമ്പോൾ കാത്തു സൂക്ഷിക്കേണ്ടതായ ആ മാന്യതയൊന്നും അവർ തൽക്കാലത്തേക്ക് ഓർത്തില്ല. അല്ലെങ്കിൽ അതിനെയൊക്കെ മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് കണ്ഠമിടറിക്കൊണ്ട് ഉദ്ധവരോട് ഇപ്രകാരം ചോദിച്ചു എന്നാണ് പറയുന്നത്. ദൃഷ്ട്വാ ചൈനം ത്വതുപമലസദ്വേഷഭൂഷാഭിരാമം സ്മൃത്വാ സ്മൃത്വാ തവ വിലസിതാനുച്ചകൈസ്ഥാനിതാനി രുദ്ധാലാപഃ കഥമപി പുനർഗദ്ഗദാം വാചമൂചു സൗജന്യാദീൻ നിജപരപിതാമപ്യലം വിസ്മരന്ത്യ ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാഹരേ നാഥപായ ആശ്ലേഷാണാം അമൃതവപുഷോ ഹന്തത്തെ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവ. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേക്ഷിതഃ നിർദയേന ക്വ അസൗ കാന്തഃ നഗരസുദൃശാം ഹാഹരേ നാഥപായാഃ ആശ്ലേഷാണാം അമൃതവപുഷഃ ഹന്തത്തെ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവ. ശ്രീമൻ അല്ലയോ ശ്രീമാൻ, കിം ത്വം പിതൃജനകൃതേ പ്രേക്ഷിതഃ നിർദയേന, അങ്ങ് ആ ദയയില്ലാത്തവനായ ശ്രീകൃഷ്ണനാൽ അച്ഛനമ്മമാരെ കാണുന്നതിന് വേണ്ടി അയക്കപ്പെട്ടതാണോ? ക്വ അസൗ കാന്തഃ നഗരസുദൃശാം, ആ നഗരസുന്ദരിമാർക്ക് മധുരാപുരിവാസികളായ സ്ത്രീകൾക്ക് കാന്തനായി ഭവിച്ചിരിക്കുന്ന അദ്ദേഹം എവിടെ? ഹാ ഹരേ നാഥപായ, അല്ലയോ ശ്രീഹരേ ഞങ്ങളെ രക്ഷിക്കണേ. ആശ്ലേഷാണാം അമൃതവപുഷഃ, അങ്ങയുടെ മനോഹരമായ രൂപത്തോടു കൂടിയുള്ള ആ ആലിംഗനങ്ങളൊക്കെ ഹന്തത്തെ ചുംബനാനാം, അങ്ങയുടെ ചുംബനങ്ങളും ഒക്കെ ഉന്മാദാനാം കുഹകവചസാം, കപട വചനങ്ങളെയും ഒക്കെ വിസ്മരേത് കാന്തകാവ, അല്ലയോ ഭഗവാനെ പ്രാണനാഥ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? ഉദ്ധവരെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങ് ആ ദയയില്ലാത്തവനായ ശ്രീകൃഷ്ണനാൽ അയക്കപ്പെട്ട ദൂതനായി വന്ന് അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ? ആ മധുരാപുരി വാസികളായ സ്ത്രീജനങ്ങളുടെയൊക്കെ കാന്തനായി ഭവിച്ചിരിക്കുന്ന ആ കൃഷ്ണൻ എവിടെ? ഞങ്ങളുടെ എല്ലാം പ്രാണനാഥനായിരിക്കുന്ന ആ കൃഷ്ണനോടൊത്ത് ഞങ്ങൾ ചിലവഴിച്ച ആ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് സിദ്ധിച്ചതായ ആ അംഗസംഘങ്ങളുടെ അല്ലെങ്കിൽ ആ ആലിംഗനങ്ങളുടെ ചുംബനങ്ങളുടെ ഭഗവാന്റെ കപട വചനങ്ങളുടെയൊക്കെ ആ ഒരു സ്മരണ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിർദയേന എന്ന് ചോദിച്ചിരിക്കുന്നത്, എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രേമികമാർക്കിടയിലുള്ള സൗന്ദര്യപ്പിണക്കത്തെയാണ്. അത്രയേറെ അടുപ്പം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കഠിന ഹൃദയമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവരെല്ലാം മനസ്സുകൊണ്ട് ഭഗവാനോട് ഒന്നായി ചേർന്നവരായിരുന്നു ഗോപീജനങ്ങൾ. അവർക്ക് ഭഗവാനോടുള്ള വിയോഗത്തെ വളരെ അസഹ്യമായി തോന്നിയത് കൊണ്ടാണ് ഈ പ്രകാരം ഉള്ള കഠിനതരമായ പദങ്ങളെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ഭഗവാന്റെ അംഗത്തോടുള്ള സംഘത്തിൻ്റെ സ്മരണ തന്നെ വളരെ കഠിനതരമായിട്ട് ദൃഢതരമായിട്ട് അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഭഗവാനെ ഏതൊരു രീതിയിലായാലും ദൃഢതരമായ
മനസ്സിൻ്റെ അർപ്പണം ഉണ്ടെങ്കിൽ അവർക്കാണ് ഭഗവാനുള്ള ഏറ്റവും ഉന്നതമായ ഭക്തി ഉണ്ടാവുക എന്നാണ്. ഈ ഗോപസ്ത്രീകളുടെ ഭക്തിയെക്കുറിച്ച് ഭാഗവതത്തിൽ ബ്രഹ്മദേവൻ പോലും നല്ല വാക്കുകൾ പറയുന്നുണ്ട്. നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ഈ നന്ദഗോപരുടെ ഗൃഹത്തിലുള്ള അല്ലെങ്കിൽ വ്രജത്തിലുള്ള ആളുകളുടെ ഭാഗ്യം എന്ത് പറയാനാണ്? അവർക്ക് സുഹൃത്തായി കിട്ടിയത് ഈ പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലേ? അവർക്കിനി എന്തിൻ്റെ കുറവാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ഒന്നും അവർക്ക് കുറവുണ്ടാവുകയില്ല. എല്ലാം വളരെ സമൃദ്ധമായി തന്നെ അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ബ്രഹ്മസ്തുതിയിൽ അവിടെ പറയുന്നത്. അപ്രകാരമുള്ള ആ ഗോപസ്ത്രീകളുടെ ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നത്. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാഹരേ നാഥപായ ആശ്ലേഷാണാം അമൃതവപുഷോ ഹന്തത്തെ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവ രാസക്രീഡാലുളിതലളിതം വിശ്രദത് കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ദേ സകൃതപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദനാത് ത്വത്പ്രിയാസ്ത്വം വിലേപു രാസക്രീഡാലുളിതലളിതം വിശ്രദത് കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലഗണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ദേ സകൃത് അഭി സമാലിംഗിതും ദർശയ ഇതി പ്രേമ ഉന്മാദാത് ഭുവനമദന ത്വത്പ്രിയാഃ ത്വാം വിലേപു രാസക്രീഡാലുളിതലളിതം വിശ്രദത് കേശപാശം. രാസക്രീഡയാൽ മർദ്ദിക്കപ്പെട്ട വിശ്രദത് കേശപാശം അഴിഞ്ഞുലഞ്ഞ തലമുടിയോട് കൂടിയവനും മന്ദോദ്ഭിന്ന ശ്രമജലഗണം ആ ക്ഷീണം കൊണ്ട് വിയർപ്പ് പൊടിഞ്ഞതുമായ മനോഹരമായ ലോഭനീയം ത്വദംഗം മനോഹരമായ അങ്ങയുടെ ശരീരത്തെ കാരുണ്യാബ്ദേ കാരുണ്യക്കടലെ സകൃതപി സമാലിംഗിതും ദർശയ ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്യാനായിട്ട് ഞങ്ങൾ കാണിച്ചു തരണമേ. ഇതി പ്രേമ ഉന്മാദാത് ഇപ്രകാരം പ്രേമോന്മാദത്താൽ ഭുവനമദന ഈ ത്രിഭുവനങ്ങളെ മതിപ്പിക്കുന്നവനായ അല്ലയോ ഭഗവാനെ ത്വത്പ്രിയാഹ അങ്ങയുടെ ഈ ഗോപസ്ത്രീകൾ ത്വാം വിലേപുഹു അവിടത്തെക്കുറിച്ച് ഓർത്ത് വിലപിച്ചു. ആ രാസക്രീഡാരംഗത്തിൽ ഉണ്ടായിരുന്ന കായികമായ വിനോദങ്ങളിൽ ഏർപ്പെട്ട് അഴിഞ്ഞുലഞ്ഞ കേശഭാരത്തോടു കൂടിയവനും വിയർത്ത് മനോഹരമായിരിക്കുന്ന ആ രൂപത്തെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകൾ ചോദിക്കുകയാണ്, അല്ലയോ കാരുണ്യക്കടലായ ഭഗവാനെ, ഒരിക്കൽ കൂടി മനോഹരമായ ആ രൂപത്തെ ആലിംഗനം ചെയ്യാൻ ഞങ്ങൾക്ക് ആ രൂപത്തെ കാട്ടിത്തരണമേ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഭഗവാനെ ഓർത്ത് കരയുകയാണ് ചെയ്യുന്നത്. രാസക്രീഡാലുളിതലളിതം വിശ്ലദത് കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ദേ സകൃതപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദനാത് ത്വത്പ്രിയാസ്ത്വം വിലേപു. ഏവം പ്രായേർവിവശവചനൈരാകുലാ ഗോപികാസ്താ ത്വത്സന്ദേശൈ പ്രകൃതിമനയത് ശോധവിജ്ഞാനഗർഭൈ ഭൂയസ്താഭിർമുദിതമതിഭിസ്ത്വന്മയീഭിർവധൂഭിः തത്തത് വാർത്താ സരസമനയത് കാനിചിത് വാസരാണി. ഏവം പ്രായൈഃ വിവശവചനൈഃ ആകുലാഃ ഗോപികാഃ താഃ
त्वत्सन्देशैः प्रकृतिम् अनयत् सः अथ विज्ञानगर्भैः भूयः ताभिः मुदितमतिभिः त्वन्मयीभिः वधूभिः तत्तद् वार्ता सरसम् अनयत् कानिचित् वासराणि एवं प्रायैः विवशवचनैः ആകുലാഹ ഗോപികാഹ. ഇപ്രകാരം പല രീതിയിലുള്ള വിലാപവാക്യങ്ങളൊക്കെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകളെ ത്വത്സന്ദേശൈ പ്രകൃതിമനയത് സഹ അഥ വിജ്ഞാനഗർഭൈः ഭഗവാന്റെ വിജ്ഞാനഗർഭമയമായിരിക്കുന്ന അല്ലെങ്കിൽ വിജ്ഞാനപൂർവമായിരിക്കുന്ന ഭഗവാന്റെ സന്ദേശങ്ങളെയൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ഭൂയഃ താഭിഹി മുദിതമതിഭിഹി അത് കഴിഞ്ഞിട്ട് അവരൊക്കെ സന്തോഷമുള്ള മനസ്സോടു കൂടിയവരായി തീർന്നു. എന്നിട്ട് ത്വന്മയീഭിഹി വധൂഭിഹി ഭഗവാനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ആ ഗോപസ്ത്രീകളോടൊപ്പം തത്തത് വാർത്ത സരസമനയ ഭഗവാന്റെ ഓരോ കഥകളെയും വളരെ രസകരമായിട്ട് പറഞ്ഞുകൊണ്ട് കാനിജിത് വാസരാണി അനയത് പല ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഭഗവാന്റെ അംഗസംഗം മൂലമുള്ള സ്മൃതികളോടുകൂടിയ ആ ഗോപസുന്ദരിമാരെല്ലാം പല കാര്യങ്ങളും പറഞ്ഞ് വിലപിച്ചുകൊണ്ട് വളരെ സമയം ഇരുന്നു. അത് കഴിഞ്ഞ് ഉദ്ധവരെ ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ വിജ്ഞാന സഹിതമായ സന്ദേശങ്ങളെയൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചവരായിരുന്ന ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ ആ സന്ദേശങ്ങളിൽ നിന്ന് സാന്ത്വനം ഉണ്ടായി, സന്തോഷിക്കുകയുമുണ്ടായി. അതിനുശേഷം ഉദ്ധവരെ അവരോടൊപ്പം പല ദിവസങ്ങളും ഭഗവാന്റെ കഥകൾ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ ഉദ്ധവർക്ക് ഗോപസ്ത്രീകളുടെ വിലാപങ്ങളാണ് കേൾക്കാൻ ഉണ്ടായിരുന്നത് എങ്കിൽ ഭഗവാന്റെ സന്ദേശവാക്യങ്ങളെയൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിൽ ഉള്ള വ്യഥ പൂർണ്ണമായി മാറി സന്തുഷ്ടരായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ലീലകളെക്കുറിച്ചൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ പല ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്നും കൂടി പറയുന്നു. നമ്മുടെ ദുഃഖമാകുന്ന ആ തീയിലേക്ക് ഭഗവാന്റെ ഉപദേശങ്ങളാകുന്ന ആ അമൃതരസത്തെ പകർന്നു കൊടുത്തപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ അഗ്നി നിശേഷം ഇല്ലാതായിട്ട് അവിടെ അവരിൽ സന്തോഷം, മനസ്സമാധാനം ഒക്കെ ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും ഭഗവാന്റെ കഥകൾക്കും ഇപ്രകാരം നമ്മളുടെ മനസ്സിനെ ആർദ്രീഭവിപ്പിക്കാനുള്ള ഒരു സവിശേഷതയുണ്ട് എന്ന് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എപ്പോഴെല്ലാം നമ്മളുടെ മനസ്സിന് ദുഃഖം തോന്നുന്നുവോ അപ്പോഴെല്ലാം മനസ്സിലേക്ക് വരുന്നത് ഭഗവാന്റെ ലീലാ വിശേഷങ്ങളൊക്കെയാണ് എങ്കിൽ നമ്മളുടെ ദുഃഖത്തിന് എന്തെന്നില്ലാത്ത ശമനം ലഭിക്കുകയും ശാന്തി ലഭിക്കുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം, ഗോപസ്ത്രീകൾ ആ രാസക്രിയയുടെക്ക് മുൻപായിട്ട് ഭഗവാനെ ആദ്യം അവരുടെ മുൻപിലെത്തിയപ്പോൾ അവരെല്ലാം ഗർവമുള്ളവരായിട്ട് ഭവിച്ചതിന് ശേഷം ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ മുമ്പിലേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം എല്ലാം അവർക്ക് ഉണ്ടായി എന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ആ രാസക്രീഡ രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്രകാരം ഉള്ള നിരന്തരമായ സ്മൃതി എല്ലായ്പ്പോഴും നമുക്ക് ഭഗവത് ഭക്തിയെ പ്രദാനം ചെയ്യും. ആ വിരഹദുഃഖത്തിലിരുന്ന ഗോപസ്ത്രീകൾ അപ്പോൾ ഭഗവാന്റെ ഓരോ ലീലകളെയാണ് അനുസ്മരിച്ചത് എന്നാണ് അവിടെ പറഞ്ഞത്. ചിലർ കാളിയമർദ്ദനം ലീലയെ അനുകരിച്ചു, ചിലർ
ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്ന ലീലയാണ് അഭിനയിച്ച് കാണിച്ചത്. മറ്റു ചിലർ അഘാസുരൻ്റെയോ ബകാസുരൻ്റെയോ വത്സാസുരൻ്റെയോ വധങ്ങളെക്കുറിച്ചൊക്കെ അഭിനയിച്ച് കാണിച്ചു. അപ്പോൾ മനസ്സുകൊണ്ട് പൂർണ്ണമായും അവർ ഭഗവാനോട് തന്മയീഭാവം പ്രാപിച്ചു. അപ്പോഴാണ് അവർക്ക് അവിടെ ദർശനം രണ്ടാമത് കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഭഗവാന്റെ ലീലകളിൽ മനസ്സ് രമിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് വീണ്ടും ഒരു ദർശന സൗഭാഗ്യം കിട്ടുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തായാലും അവരുടെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിലേക്ക് ദൃഢപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഏവം പ്രായേർവിവശവചനൈരാകുലാ ഗോപികാസ്താ ത്വത്സന്ദേശൈ പ്രകൃതിമനയത് ശോധവിജ്ഞാനഗർഭൈഃ ഭൂയസ്താഭിർമുദിതമതിഭിസ്ത്വന്മയീഭിർവധൂഭിः തത്തത് വാർത്താ സരസമനയത് കാനിചിത് വാസരാണി ത്വത്പ്രോദ്ഗാനൈ സഹിതമനിശം സർവതോ ഗേഹകൃത്യം ത്വത്വാർത്തൈവ പ്രസരതിമിതഃ സൈവ ചോത്സ്വാപലാപാഃ ചേഷ്ടാഃ പ്രായസ്ത്വദനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വിമുഖദധികം വിസ്മയാദുദ്ധവോയം ത്വത്പ്രോദ്ഗാനൈഃ സഹിതം അനിശം സർവതഃ ഗേഹകൃത്യം ത്വത്വാർത്താ ഏവ പ്രസരതി മിതഃ സാ ഏവ ച ഉത്സ്വാപലാപാഃ ചേഷ്ടാഃ പ്രായഃ ത്വദനുകൃതയഃ ത്വന്മയം സർവം ഏവം ദൃഷ്ട്വാ തത്ര വ്യമുഹത് അധികം വിസ്മയാത് ഉദ്ധവഃ അയം ത്വത്പ്രോദ്ഗാനൈഃ സഹിതം അനിശം സർവതഃ ഗേഹകൃത്യം. എല്ലായ്പ്പോഴും എല്ലായിടത്തും സർവതഃ ഗേഹകൃത്യം ഗൃഹജോലികൾ നിർവഹിക്കുന്ന അവരൊക്കെ ത്വത്പ്രോദ്ഗാനൈഃ അങ്ങയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടിക്കൊണ്ടാണ് അവരുടെ ഗൃഹജോലികൾ ചെയ്തിരുന്നത്. ത്വത് വാർത്താ ഏവ പ്രസരതി മിതഃ. മിതഃ എന്ന് പറഞ്ഞാൽ പരസ്പരം. രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള വിഷയം ഒന്നു മാത്രമേയുള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാൻ. ച ഉത്സ്വാപലാപാഹ. എന്നാലോ അവരെ സ്വപ്നം കാണുമ്പോൾ പോലും കാണുന്നത് ഭഗവാന്റെ കഥകളെക്കുറിച്ചാണ്, ഭഗവാന്റെ ലീലകളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ചേഷ്ടാഹ പ്രായഃ ത്വദനുകൃതയഃ. അവരുടെ പ്രവൃത്തികൾ ഒക്കെ ഭഗവാൻ എന്തെല്ലാം പറഞ്ഞിരുന്നോ എന്തെല്ലാം ചെയ്തിരുന്നോ അതിനെയൊക്കെ അനുകരിക്കുന്ന പ്രവൃത്തികളായിരുന്നു. ഏവം തത്ര വിമുഖതധികം വിസ്മയാത് ഉദ്ധവോയം ത്വന്മയം സർവം ഏവം. എല്ലാം ഭഗവാനോട് തന്മയീഭാവം പ്രാപിച്ചിരുന്ന കർമ്മങ്ങളെ കണ്ടപ്പോൾ വിമുഖതധികം വളരെയധികം മോഹിതനായി തീർന്നു. അയം ഉദ്ധവഃ, ഈ ഉദ്ധവര് വിസ്മയാത് അത്ഭുതം കൂറിപ്പോയി ഇപ്രകാരം ഉള്ള ഇവരുടെ നിരന്തരമായ സ്മരണയെ കണ്ടിട്ട്. ഈ ഗോപസ്ത്രീകൾ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും ഭഗവാന്റെ കഥകളെ അവർക്ക് പരസ്പരം സംസാരിക്കാനുള്ളൂ. സാധാരണഗതിയിൽ സ്ത്രീകൾ തമ്മിൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇവിടെ അതിന് വിരുദ്ധമായിട്ട് ഭഗവാന്റെ കഥകളെക്കുറിച്ച് മാത്രമേ അവർക്ക് സംസാരിക്കാനുള്ളൂ. തന്നെയുമല്ല, ഈ ജാഗ്രത അവസ്ഥയിൽ മുഴുവൻ അവർ കൃഷ്ണകഥകളോട് ഇണങ്ങി നിൽക്കുമ്പോൾ അവർക്ക് സ്വപ്നാവസ്ഥയിൽ പോലും ഭഗവാനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ ആ സ്മരണ എത്ര ദൃഢതരമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പഠിക്കുവാനായിട്ട്, വളരെ താല്പര്യമുള്ള ഒരു കാര്യം പഠിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് പകൽ മുഴുവൻ ഇരുന്ന് ചെയ്യുന്ന കൃത്യമാണെങ്കിൽ നമ്മൾ ഉറങ്ങി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തന്നെയും ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ജാഗ്രത അവസ്ഥയിൽ അത്രയേറെ രൂഢമൂലമായ ചിന്ത ആ വിഷയത്തെക്കുറിച്ച് ഉള്ളത് കൊണ്ടാണ്
സ്വപ്നാവസ്ഥയിൽ നമുക്ക് അത് തന്നെ വീണ്ടും കാണുവാനായിട്ടുള്ള ഇടവരുന്നത്. ഇവിടെ അത്രയേറെ ദൃഢതരമായ സ്മരണ അവരുടെ എല്ലാം ജാഗ്രത അവസ്ഥയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് സ്വപ്നാവസ്ഥയിലും ഭഗവാനെ തന്നെയാണ് ചിന്തിക്കാനുണ്ടായിരുന്നത്. തന്നെയുമല്ല, ഇവരുടെ ചേഷ്ടകളൊക്കെ, ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ഭഗവാന്റെ ഓരോ ലീലകളെ അനുകരിച്ചുകൊണ്ടുള്ളതുമായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനാണ് എന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന ഈ ഉദ്ധവർ പോലും മോഹിച്ചുപോയി എന്നാണ് പറയുന്നത്. കാരണം താൻ പോലും ഇവരുടെ ഭക്തിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉദ്ധവർക്കുണ്ടാവും. ഭഗവാൻ ഉദ്ധവരെ ഈ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയച്ചതിൻ്റെ ഒരു ഉദ്ദേശം ഇതുതന്നെയായിരുന്നു. തൻ്റെ ഭക്തനായ ഉദ്ധവരുടെ മനസ്സിൽ നിന്നും ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായിരുന്നു. അതാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് ഈ ശ്ലോകം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ത്വത്പ്രോദ്ഗാനൈ സഹിതമനിശം സർവതോ ഗേഹകൃത്യം ത്വത്വാർത്തൈവ പ്രസരതി മിഥ സൈവ ചോസ്വാപലാപാ ചേഷ്ടാപ്രായസ്ത്വനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാദുദ്ധവോയം രാധായാ മേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാം ഇത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷിം രാധായാ മേ പ്രിയതമം ഇദം മത്പ്രിയ ഏവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയ ഏവ ഇതി ആദി ഏവ പ്രവദതി സഖി ത്വത്പ്രിയഃ നിർജനേ മാം ഇത്തം വാദൈഃ അരമയത് അയം ത്വത്പ്രിയാം ഉത്പലാക്ഷീം രാധായാമേ പ്രിയതമം ഇതം. ചിലപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് പറയാറുണ്ട്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇത് എൻ്റെ രാധയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. മത്പ്രിയ ഏവം ബ്രവീതി. ഉദ്ധവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഭഗവാൻ അതിനെ കളിയാക്കുന്നതാണ്. ഉദ്ധവരെ, നിങ്ങളെന്താണ് എൻ്റെ രാധയെപ്പോലെ സംസാരിക്കുന്നത്? അതുപോലെ തന്നെ ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ. അങ്ങ് എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിശബ്ദനായി നിൽക്കുന്നത് എൻ്റെ രാധയെപ്പോലെ എന്നെല്ലാമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയാറുണ്ടായിരുന്നത്. ഇത് ആദിയേവ പ്രവദതി സഖി. ഇപ്രകാരം എല്ലാമാണ് നിൻ്റെ പ്രിയതമനായ കൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് രാധയെ എന്ന് ഉദ്ധവരെ രാധയോട് പറയുക. എന്നിട്ട് ഇത്തം വാദൈഹി, ഇപ്രകാരമുള്ള വാക്കുകളെ കൊണ്ട് അരമയത് അയം, ഇവളെ സന്തോഷിപ്പിച്ചു ഉദ്ധവർ. ത്വത്പ്രിയാം ഉത്പലാക്ഷീം, ഭഗവാന്റെ പ്രിയയായിരിക്കുന്ന ആ താമരക്കണ്ണിയായ രാധയെ ഇപ്രകാരമുള്ള വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചു ഉദ്ധവർ. ഭഗവാന്റെ മനസ്സിൽ സദാസമയവും രാധയെക്കുറിച്ച് വളരെയധികം ഉന്നതമായ സ്മരണയാണുള്ളത് എന്ന വിഷയം ഉദ്ധവർ രാധയോട് പറയുകയാണ്. ഞാൻ ഭഗവാനോട് കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭഗവാൻ എന്നോട് പറയാറുണ്ട്, ഈ സാധനം എൻ്റെ രാധയ്ക്ക് വളരെ ഇഷ്ടമുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ രാധ ഇങ്ങനെയാണ് പറയാറുള്ളത്. അതുമല്ലെങ്കിൽ ഞാൻ നിശബ്ദനായിരിക്കുമ്പോൾ ഭഗവാൻ എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ എന്താണ് രാധയെപ്പോലെ ഒന്നും പറയാതെ നിൽക്കുന്നത് എന്നെല്ലാം എന്നോട് ചോദിക്കുന്ന ആ ഭഗവാനിൽ, അല്ലയോ രാധേ, നിന്നെക്കുറിച്ച് എന്തുമാത്രം സ്മരണയാണ് ഉള്ളതെന്ന് ഞാൻ പ്രത്യേകം പറയണമോ എന്നെല്ലാം ചോദിച്ച് ഭഗവാന്റെ ഓരോ ലീലകളെക്കുറിച്ചും ഒക്കെ കഥനം ചെയ്തുകൊണ്ട് ആ രാധയെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് പറയുകയാണ്. രാധായാമേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാം ഇത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുൽപലാക്ഷിം
ഏഷ്യാമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ വിസ്മരണദൃഢതാ സംഭവാത് മാസ്തു ഖേദ ബ്രഹ്മാനന്ദേ മിളതിന ചിരാ സംഗമോ വാ വിയോഗ തുല്യോ വസ്യാത് ഇതി തവ ഗിരാ സോകരോ നിർവ്യഥാസ്താ ഏഷ്യാമിദ്രാഗ് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ അഭി സ്മരണദൃഢതാ സംഭവാത് മാ അസ്തു ഖേദഃ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമഃ വാ വിയോഗഃ തുല്യഃ വഹ സ്യാത് ഇതി തവ ഗിരാ സഹ അകരോത് നിർവ്യതാഹ താഹ. ഏഷ്യാമിദ്രാഗ് ഞാൻ പെട്ടെന്ന് വരാം. അനുപഗമനം കേവലം കാര്യഭാരാത് എന്നാൽ വരാൻ വൈകുന്നതിന് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത് എന്നത് ശരി തന്നെയെങ്കിലും ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ വരാൻ സാധിക്കാത്തത്. തന്നെയുമല്ല വിശ്ലേഷേ അഭി സ്മരണദൃഢതാ സംഭവാത് നമ്മൾ പിരിഞ്ഞിരിക്കുമ്പോഴും സ്മരണയ്ക്ക് ഒരു ദൃഢതയുണ്ടായി വരും എന്നതും ഒരു വാസ്തവമാണ്. അതുകൊണ്ട് മാ അസ്തു ഖേദഃ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടതില്ല. ഞാൻ നിങ്ങളെ വിസ്മരിച്ചു എന്നോർത്താണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ അപ്രകാരം വിഷമം വേണ്ട. നമ്മൾ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ കൂടി നമുക്ക് പരസ്പരമുള്ള സ്മരണ കുറച്ചുകൂടി ദൃഢമായി ഭവിക്കുകയേ ഉള്ളൂ. പിന്നെയോ ബ്രഹ്മാനന്ദേ മിളതിന ചിരാത് നിങ്ങളെയെല്ലാം ആ ബ്രഹ്മാനന്ദത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചേർത്തുകൊള്ളാം. അങ്ങനെ ഇരിക്കെ സംഗമഃ വാ വിയോഗഃ തുല്യഃ വാ സ്യാത് അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ നമുക്ക് പരസ്പരം ചേർച്ചയുണ്ടായാലും അകൽച്ചയുണ്ടായാലും അതൊക്കെ തുല്യം തന്നെയായിരിക്കും എന്ന് തവഗിര അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ സന്ദേശത്തിൽ നിന്ന് സഹ അകരോത് നിർവ്യതാഹ താഹ ആ ഉദ്ധവരെ അവരെയൊക്കെ ക്ലേശം ഇല്ലാത്തവരാക്കി തീർത്തു. അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളെയൊക്കെ തീർക്കാനായിട്ട് ഉദ്ധവർക്ക് സാധിച്ചു. ഭഗവാന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഭഗവാൻ വളരെ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് വൃന്ദാവനത്തിൽ നിന്ന് മഥുരയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ചെയ്തു തീർക്കേണ്ടതായ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വരാൻ ഞാൻ വൈകുന്നത്. തന്നെയുമല്ല നമ്മൾ പിരിഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ സ്മരണ കുറച്ചുകൂടി ദൃഢതരമാകും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ദുഃഖിക്കുക വേണ്ട, ദുഃഖത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നെല്ലാം പറയുന്നു. കൂടാതെ ഒട്ടും വൈകാതെ തന്നെ നിങ്ങളെയൊക്കെ ഞാൻ ആ പരമാത്മ സമുദ്രത്തിൽ ആറാടിക്കാം. അങ്ങനെ ഇരിക്കെ ചേർച്ചയുണ്ടായാലും അകൽച്ചയുണ്ടായാലും ഒക്കെ എല്ലാം സമമാണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള വിവരം ആ ഉദ്ധവർ ഗോപസ്ത്രീകളോട് പറഞ്ഞ് ഭഗവാന്റെ വാക്കുകളെ ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരൊക്കെ ദുഃഖം ഇല്ലാത്തവരായി ഭവിച്ചു എന്നാണ് പറയുന്നത്. ഏഷ്യാമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ വിസ്മരണദൃഢതാ സംഭവാത് മാസ്തു ഖേദ ബ്രഹ്മാനന്ദേ മിളതിന ചിരാ സംഗമോ വാ വിയോഗ തുല്യോ വസ്യാത് ഇതി തവ ഗിരാ സോകരോ നിർവ്യതാസ്താ ഏവം ഭക്തി സകലഭുവനെ നേക്ഷിത നാശ്രുതാ വാ കിം ശാസ്ത്രൗഘൈ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാമയൗഖാത്. ഏവം ഭക്തി സകലഭുവനെ ന ഈക്ഷിത ന ശ്രുതാ വാ കിം ശാസ്ത്രൗഘൈഃ കിം ഇഹ തപസാ ഗോപികാഭ്യോ നമഃ അസ്തു ഇതി ആനന്ദാകുലം ഉപഗതം ഗോകുലാത് ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ
പാഹി മാം ആമയ ഔഖാദ്. ഏവം ഭക്തി സകലഭുവനെ ന ഈക്ഷിത ന ശ്രുതാവ. ഇപ്രകാരം ഉള്ള ഒരു ഭക്തിയെ ഈ ത്രിഭുവനങ്ങളിലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കിം ശാസ്ത്രൗഖൈഹി, എല്ലാ ശാസ്ത്രങ്ങളും അഭ്യസിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? കിമിഹ തപസ, തപശക്തി ഉണ്ടായതുകൊണ്ടും എന്ത് പ്രയോജനം? ഗോപികാഭ്യോ നമഃ അസ്തു, ഈ ഗോപസ്ത്രീകളെ ഞാൻ നമിക്കുന്നു. ഇത് ആനന്ദാകുലം ഉപഗതം, ഇപ്രകാരം ആനന്ദ പരിപൂർണരായിരിക്കുന്ന ആ ഉദ്ധവർ തിരികെ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അത് കണ്ടിട്ട് ദൃഷ്ട ഹൃഷ്ട, ആ ഉദ്ധവരെ കണ്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ പാഹിമാം ആമയൗഖാദ്, അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഗോപ സ്ത്രീകളിൽ കണ്ട ഭക്തിയെക്കുറിച്ച് വിസ്മയപ്പെട്ടുകൊണ്ടാണ് ഉദ്ധവർ അവിടെ നിന്ന് പോരുന്നത്. അവിടെ ചോദ്യം കിം ശാസ്ത്രൗഖൈഹി, എന്തെല്ലാം ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ഭക്തിയല്ലേ നമ്മൾ നേടിയെടുക്കേണ്ടതായ ഏറ്റവും വലിയ അറിവ്. കിം തപസ, തപശക്തി ഉണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത്രയും ഭക്തി നേടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തപശക്തി പോലും ഒന്നുമല്ല. അപ്രകാരമുള്ള ഗോപസ്ത്രീകൾക്ക് ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കിം ശാസ്ത്രൗഖൈ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. പണ്ട് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സർ മദ്രാസിൽ മെറീന ബീച്ചിൽ ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹം ആ കടൽപ്പുറത്ത് വെച്ച് കണ്ട ഒരു കാഴ്ച, അത് ഒരു പ്രായമായ മനുഷ്യൻ ആ കടപ്പുറത്തേക്ക് വരുന്നു, കൂടെ അംഗരക്ഷകരൊക്കെ ഉണ്ട്, ഒരു കാറിൽ വന്നിറങ്ങുന്നു. കുറേ സമയം ആ കടപ്പുറത്തിരുന്നിട്ട് ഭഗവത്ഗീത വായിച്ചു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് തിരികെ പോകുമ്പോൾ കാറിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ അബ്ദുൽ കലാം സർ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ ആധുനിക യുഗത്തിൽ ഈ പഴകിയ ഗ്രന്ഥമെല്ലാം പഠിക്കുന്നത്? എന്നെ കണ്ട് അങ്ങ് പഠിക്കേണ്ടതാണ്. ഞാൻ ഒരു യുവ ശാസ്ത്രജ്ഞനായിട്ട് ഇപ്പോൾ ബഹിരാകാശ ഗവേഷണത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. പിരിയാൻ സമയത്ത് അബ്ദുൽ കലാം സാറ് അദ്ദേഹത്തോട് പേര് ചോദിക്കാനിടയായി. ആ വൃദ്ധൻ മറുപടിയായി പറഞ്ഞ വാക്ക് കേട്ട് ശ്രീ അബ്ദുൽ കലാം അവറുകൾ സ്തബ്ധനായിപ്പോയി എന്ന്. അദ്ദേഹം പറഞ്ഞ പേര് വിക്രം സാരാഭായി എന്നായിരുന്നു. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലാണോ ഈ യുവ ഗവേഷകൻ ജോലി ചെയ്യുന്നത്, ആ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഈ മഹത് വ്യക്തിയുടെ പേരിനോട് കൂടി അറിയപ്പെടുന്നതായിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശാസ്ത്രങ്ങൾ ഒക്കെ പഠിക്കുന്നത് നല്ലത് തന്നെ എങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രകാരമുള്ള ഭഗവത് കഥകളെ, ഭഗവത് ഉപദേശങ്ങളെ ഒക്കെ പഠിക്കണം എന്നുകൂടി അവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ഈ കിം ശാസ്ത്രൗഖൈ എന്ന പദത്തിലൂടെ പെട്ടെന്ന് ഓർത്തുപോയത്. തന്നെയുമല്ല, ഇതുപോലെ ഗോപികാഭ്യോ നമോസ്തു എന്ന് പറയുമ്പോൾ അവിടെ ഭാഗവതത്തിലെ ഒരു ശ്ലോകം കൂടി ഓർമ്മയിലേക്ക് വരികയാണ്.
വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീഷ്ണശ. ഞാൻ നന്ദഗോപരുടെ വ്രജത്തിലുള്ള ഈ സ്ത്രീകളുടെ പാദരേണുവിനെ ശിരസിൽ ധരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഇവരുടെ നാവിൽ നിന്ന് ഉതിരുന്ന ആ കൃഷ്ണകഥകൾ ഈ ലോകത്രയത്തെയും ശുദ്ധീകരിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പാദരേണുകൾ ശിരസിൽ ധരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്രകാരം എല്ലാമുള്ള ഏറ്റവും ദുർലഭമായിരിക്കുന്ന ഭക്തിയെ കണ്ട ഉദ്ധവർ അവരുടെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് അവിടെ നിന്നും യാത്രയാകുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ ഭക്തിയെ ലഭിക്കുവാൻ താൻ നേടിയ ശാസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഭഗവാനോട് തോന്നിയ തന്മയി ഭാവത്തിനോ ഒന്നും സാധിക്കുന്നതല്ല എന്നുള്ള ബോധത്തോടുകൂടി തിരികെ പോരുന്ന ആ ഉദ്ധവരെ കണ്ട ഭഗവാന് സന്തോഷമായി. കാരണം തൻ്റെ ഭക്തനിൽ ഉണ്ടായിരുന്ന ആ അഹങ്കാരം പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഭഗവാന് സന്തോഷമായത്. പ്രകാരം എല്ലാമുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകവും മേൽപ്പത്തൂർ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു.